ഓ പിന്നെന്താ, നമ്മൾ രാഷ്ട്രീയമായിട്ടങ്ങ് നേരിടും. ഒരു അത്ഭുതകരമായ കാര്യമല്ല. ഗണേഷ് കുമാറിന് പ്രണയമുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ എല്ലാവരും പ്രണയിക്കും, അപ്പോൾ ആർക്കും അസൂയ ഉണ്ടാവില്ല. ആ ഒരു നിഷ്കളങ്കതയുണ്ട്. ഞാൻ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന നിഷ്കളങ്കതയുണ്ട്. ഇവരാരെങ്കിലും എന്നെ പറ്റി അനാവശ്യം പറഞ്ഞാൽ വിശ്വസിക്കണോ? നിങ്ങൾ അവരോട് ചോദിക്കുക. ഇവിടെ വട്ടുമൂത്താൻ ആർക്കും പറയാം. ഞാൻ വിളിക്കട്ടെ 112 വീട്ടിനകത്തുള്ള കാര്യം മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതി. ചിലർ ഒളിച്ചു വയ്ക്കുന്നു, പരസ്യമായി പറയുന്നു. നിങ്ങളിപ്പോൾ ഇത് ആസ്വദിക്കുന്നില്ലേ? ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? കേരള ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ അവിഹിതം ഭാര്യ കൈയോടെ പൊക്കിയിരിക്കുകയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടല്ലോ ഒന്ന് താഴേക്ക് വരാം. ആള് എയറിലായിരുന്നല്ലോ, ഇനിയിപ്പോ കുറച്ച് താഴേക്ക് വന്നിട്ട് നമ്മുടെ ഗണേഷ് കുമാർ ആ എയറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഗർഭിണിയാക്കിയെന്നോ അങ്ങനെ ചെയ്തെന്നോ ഇങ്ങനെ ചെയ്തെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നതുപോലെ ഗണേഷ് കുമാറിനെതിരെ വരാത്തതിന്റെ ധൈര്യം പുള്ളിയുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. സ്വന്തം ഭാര്യ കണ്ണാലെ കണ്ടു എന്ന് പറഞ്ഞു, തെളിവുകളുണ്ട് എന്ന് പറഞ്ഞു വരുമ്പോൾ അതൊക്കെ വളരെ നിസ്സാരമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറയാനും ഒരു ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ നമ്മുടെ കേരള ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ അവിഹിതം ഭാര്യ കൈയോടെ പൊക്കിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ഈ ഒരു ന്യൂസ് ആണല്ലോ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ പരക്കുന്നത്. ആളുടെ ഭാര്യ തന്നെയാണ് കേട്ടോ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. വിവാഹോത്തര ബന്ധമുണ്ടെന്നാണ് ആരോപിക്കുന്നത്. ആരോപണമല്ല, ആളുടെ കയ്യിൽ തെളിവ് സഹിതമുണ്ട്, നേരിട്ട് കണ്ടു, വീട്ടിൽ വെച്ച് കൈയോടെ പിടികൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാര്യ എത്തിയിരിക്കുന്നത്. സ്വന്തം ഭാര്യ കണ്ണാലെ കണ്ടു എന്ന് പറഞ്ഞു, തെളിവുകളുണ്ട് എന്ന് പറഞ്ഞു വരുമ്പോൾ അതൊക്കെ വളരെ നിസ്സാരമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പുച്ഛത്തോടു കൂടി വളരെ തമാശപൂർവ്വം സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പറയാനും ഒരു ധൈര്യം വേണം, ഒരു ചങ്കുറ്റം വേണം. ഗണേഷ് കുമാറിന്റെ തന്റെ വീട്ടിൽ വെച്ച് കാണാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്ത രീതിയിൽ മറ്റൊരു രീതിയിൽ ഭാര്യ കണ്ടു അത്രേ. ഈ ഒരു സംഭവം കേരള രാഷ്ട്രീയത്തിൽ വൻ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരോപണങ്ങളെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നു എന്നാണ് കേട്ടോ മന്ത്രി ഇപ്പോൾ പറയുന്നത്. എനിക്ക് ഒന്നല്ല 5000 പ്രണയങ്ങൾ ഉണ്ടെന്നാണ് ആള് പറയുന്നത്. എന്താ കൃഷ്ണന് പഠിക്കുകയാണോ പ്രണയങ്ങൾ ഉണ്ടെന്ന്? പ്രണയം എന്ന് പറയുമ്പോൾ പ്രണയത്തിന് അതിൻ്റെതായ ഒരു പ്യൂരിറ്റി ഒക്കെ ഉണ്ട്. ഇത് പ്രണയമല്ല. വിവാഹം കഴിഞ്ഞിട്ടും ഭാര്യ വേണ്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്ത രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് പ്രണയം എന്നല്ല പറയുന്നത്, അതിന് അവിഹിതം എന്നാണ് പറയുന്നത്. അങ്ങനെ അവിഹിതത്തേക്ക് പ്രണയമാക്കി മാറ്റിക്കൊണ്ട് എന്ത് മനോഹരമായിട്ടാണ് നാട്ടുകാരുടെ മുന്നിലൊക്കെ കണ്ണിൽ പൊടി ഇട്ടുകൊണ്ട് എല്ലാ സഹോദരി അവിടെയുള്ള അമ്മച്ചിമാരൊക്കെ എൻ്റെ പെങ്ങളാണ്, അങ്ങനെയാണ്, ചക്കയാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിക്കുന്ന ഗണേഷ് കുമാറിനെ കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് ചിരി വന്നു. കാര്യം ശരിയാട്ടോ, ഭാര്യ കൈയോടെ അവിഹിതം പൊക്കി. അവസാനം ഗണേഷ് കുമാർ കരഞ്ഞ് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് ഇനി തുടരില്ല എന്നൊക്കെ പറഞ്ഞ് മാപ്പ് പിടിച്ചുകൊണ്ടായിരിക്കണം ഭാര്യ ഒരു പക്ഷേ പരാതിയിൽ നിന്നും പിന്മാറിയത്. അതുകൊണ്ട് തന്നെ ഇനി രാജിവെക്കേണ്ടി വരില്ല എന്നുള്ളൊരു ധൈര്യം ഗണേഷ് കുമാർ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ധൈര്യമാണ് ഗണേഷ് കുമാർ വളരെ ചങ്കുറ്റത്തോടു കൂടി ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പറയുന്നത്. എനിക്ക് ഒന്നല്ല 5000 പ്രണയങ്ങൾ ഉണ്ടാകും എന്നൊക്കെ. ലക്ഷ്യം വരാൻ പോവാണ്. ഒരു പാർട്ടിയിൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു പാർട്ടികൾ പ്രതിഷേധവും കരിങ്കൊടിയും പിന്നെ ആരൂപം കത്തിക്കലും ഒക്കെ സ്വാഭാവികമാണല്ലോ. സംഭവത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് BJP പ്രവർത്തകര് കരിങ്കൊടി പ്രതിഷേധമൊക്കെ നടത്തി. കുറച്ച് പേരൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. കുറച്ച് പേരൊക്കെ മാർച്ച് നടത്തിയിട്ടുണ്ട്. ഗണേഷ് കുമാറിന്റെ വീടിന്റെ ഫ്രണ്ടിൽ പോയി മാർച്ച് നടത്തുന്നു. അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പ്രതിഷേധങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഭാര്യ അത് ക്ഷമിച്ചു, ഇതൊരു കുടുംബ പ്രശ്നം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തിളങ്ങിക്കൊണ്ട് ഗണേഷ് കുമാർ എത്തിയിരിക്കുന്നത്. അവിടെ തമിഴ്നാട്ടിലെ വിജയാണ്. വിജയ്ക്ക് ഇപ്പോൾ അവിഹിതം ഉണ്ടെന്ന് പറയുന്നത്. വിജയ് അതിന് കിടിലം മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ വീട്ടിലെ പ്രശ്നം ഞാൻ നോക്കിക്കോളാം, നമുക്ക് എല്ലാവർക്കും കൂടി നാട്ടിലെ പ്രശ്നം തീർക്കാമെന്ന്. അവിഹിതമൊക്കെ ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. എന്തായാലും ഗണേഷ് കുമാറിനെ പറയാനുള്ളത് കൂടി നമുക്കൊന്ന് കേട്ടാലോ. എന്റെ കൂടെ നിൽക്കണം. ഒരാളെ ഏറ്റവും മിടുക്കനാണെന്ന് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ്. അവർ പറയുന്നു ഗണേഷ് കുമാറാണ് ദി ബെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇന്നലെ പറഞ്ഞല്ലോ NSS തന്നെ പുറത്താക്കി എന്നല്ലായിരുന്നു വാർത്ത. എന്തായി? NSS തന്നെ പുറത്ത് എന്ത് പരാതി? അതിപ്പോ ഒരു സമുദായം വരുമ്പോൾ അതൊന്നും അല്ല, പുറത്താക്കി മാറ്റി കമ്മിറ്റി വിരിച്ചു വിട്ടു എന്നൊക്കെ എന്ത്? അതൊക്കെ വെറുതെ പറയുന്നില്ല. ഇതൊക്കെ ഇലക്ഷൻ അടുത്തതുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പാണ്. പിന്നെ NSSൽ റോഡിലിറങ്ങി ജാഥ നടത്താൻ നിങ്ങൾ മനസ്സിലാവും. NSSൽ റോഡിലിറങ്ങി പ്രതിഷേധ ജാഥ നടത്താൻ ആഹ്വാനം ചെയ്യാൻ ഒരേ ഒരാൾക്കേ അവകാശമുള്ളൂ, അത് NSSന്റെ ജനറൽ സെക്രട്ടറിക്കാണ്. അല്ലാതെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനോ താലൂക്ക് യൂണിയൻ സെക്രട്ടറിക്കോ ഒന്നും ജനങ്ങളെ നായർ സമുദായത്തിൽപ്പെട്ടവരെ റോഡിലിറക്കി മുദ്രാവാക്യം വിളിക്കാൻ അനുവാദമില്ല. ശബരിമല വിഷയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട NSSന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഒരു ശരണം വിളിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തു. അത് കേരളത്തിലാകെ അലയടിച്ചു. എല്ലാ നായർ സമുദായങ്ങളും രാഷ്ട്രീയത്തിനപ്പുറമായി പങ്കെടുത്തു. അല്ലാതെ ഗണേഷ് കുമാറിനെതിരായിട്ട് ഇലക്ഷൻ എടുക്കുമ്പോൾ കോൺഗ്രസുകാർക്ക് ജാഥ നടത്താനുള്ളതല്ല NSS. NSS ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല.
ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്ന ആളാണെങ്കിലും ഞാൻ NSSൽ രാഷ്ട്രീയം കാണാറില്ല. അപ്പൊ ആ രാഷ്ട്രീയം അതിനിടയിൽ കൂടെ എടുത്ത് മുതലെടുക്കാൻ ശ്രമിച്ചാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് NSSന്റെ നേതൃത്വം തീരുമാനിക്കും. പിന്നല്ലാതെ ആരാണ് പട്ടാഴിയിൽ ജാഥ നടത്തിയത്? BJPക്കാരില്ല, കമ്മ്യൂണിസ്റ്റ് അവിഹിതത്തെ കുറിച്ച് ചോദിക്കുമ്പോ എന്തൊക്കെയാ പറയുന്നത്? കേരള കോൺഗ്രസ്സുകാരില്ല, ആരുമില്ല. കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ പട്ടാഴിയിൽ ഇന്നലെ ജാഥ നടത്തി എന്ന് പറയുന്നിടത്ത്. BJPയുടെ ഇവിടുത്തെ നേതാവ് എഴുതിയിട്ടുണ്ട് NSSനെ ഹൈജാക്ക് ചെയ്യാൻ നോക്കണ്ട കോൺഗ്രസ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതൊക്കെ നിങ്ങൾ കാണണം. ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇതുപോലുള്ള കുറച്ച് അലവലായിത്തരങ്ങൾ വരും. അത് ഞാൻ നേരത്തെ പ്രതീക്ഷിക്കുന്നതാണ്, എല്ലാ തവണയും ഉള്ളതാണ്. ആരാണ് എന്നെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഞാൻ 2001 മത്സരിക്കുമ്പോൾ എനിക്കെതിരെ എന്തെല്ലാം അനാവശ്യം പറഞ്ഞു. പിന്നെ പ്രണയത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു അത്ഭുതകരമായ കാര്യമല്ല. ഗണേഷ് കുമാറിന് പ്രണയമുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഗണേഷ് കുമാറിനെ പ്രണയിക്കുന്നവരുണ്ട്, ഗണേഷ് കുമാർ പ്രണയം. ഞാൻ മാധവക്കുട്ടി പറഞ്ഞതുപോലെയും പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞതുപോലെയും അവരൊക്കെ മഹാന്മാരാണല്ലോ. അസൂയ അതൊക്കെ കുശുമ്പ. നമ്മൾ എല്ലാവരും പ്രണയിക്കും, അപ്പോൾ ആർക്കും അസൂയ ഉണ്ടാവുമല്ലോ. പണ്ട് ഒരാളൊരു ബെൻസ് കാർ വാങ്ങിച്ചു. ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് രാഷ്ട്രീയക്കാരന്റെ യഥാർത്ഥ നാവ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് ഞാൻ രാഷ്ട്രീയത്തിൽ ഒന്നുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, അല്ലാണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഭാര്യയാണ് പോയി കംപ്ലൈന്റ് കൊടുത്തത്. ആദ്യം പോലീസിനെ വിളിച്ചു, ബന്ധുവിനെ ആരെയും വിളിച്ചു പറഞ്ഞു, അത് കഴിഞ്ഞ് പോലീസിനെ വിളിച്ചു. അവസാനത്തെ മാധ്യമങ്ങൾ തന്നെ ചോദിച്ച് പ്രതിഷേധം കാര്യങ്ങളൊക്കെ നടത്തി. ഇപ്പോൾ പോലീസുകാർ ചോദിച്ചപ്പോൾ അല്ല മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഇപ്പോൾ പറയണ കേട്ടില്ലേ, പ്രണയം ഉണ്ടാകും. പ്രണയം അത് പ്രണയമാക്കി മാറ്റി. അവിഹിതം എന്ത് മനോഹരമായിട്ടാണ് പ്രണയമാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അവര് ബെൻസ് കാർ വാങ്ങിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇടാ എല്ലാവരും വാങ്ങിക്കട്ടെ, അപ്പൊ നമ്മൾ വാങ്ങിക്കാതെ ആൾക്കാർക്ക് ഒരു വിഷമം ഉണ്ടാവത്തില്ല, അസൂയ കാണത്തില്ലോ. ഇത് എല്ലാവരും പ്രണയിക്കും, അപ്പൊ അസൂയ മാറും. അല്ല അദ്ദേഹത്തിന്റെ അത്രയും വിവാഹം കഴിഞ്ഞ് ഭാര്യയെ പ്രണയിച്ചാ പോരെ? വേറെ അനിന്റെ ഭാര്യയെ പ്രണയിക്കുമ്പോ അത് പ്രണയം എന്നാണോ പറയുന്നേ? എല്ലാത്തിനും സ്നേഹമാണല്ലോ. പ്രണയമെങ്കിൽ പ്രണയം. ഗതാഗത മന്ത്രിയുടെ വളരെ മനോഹരമായ വാക്കുകളല്ലേ. എല്ലാവരും പ്രണയിക്കും, എല്ലാവരും ഔഹിതത്തിലേക്ക് പോകുന്നതാണ്. ഞാൻ മാത്രം ഔഹിതം പ്രണയമൊക്കെ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് എന്നോട് അസൂയുള്ളൂ. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നിങ്ങളും പ്രണയിക്കും, നിങ്ങളും നോക്ക്, നിങ്ങളും ഔഹിതമൊക്കെ കൊണ്ടു നടക്ക് എന്ന് പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറയാനും വേണം ഒരു തൊലിക്കട്ടി. അല്ല അദ്ദേഹത്തിന്റെ അത്രയും അധപ്പതനമില്ല. അദ്ദേഹത്തിന്റെ അധപ്പതനത്തെ കുറിച്ച് നിങ്ങളാണ് പറഞ്ഞത്, ഞാനല്ല. പറയാൻ യോഗ്യനായ ആള് തന്നെയാണ്, വളരെ യോഗ്യനാണ്. അദ്ദേഹം യോഗ്യനാണെന്ന് തെളിയിച്ചു. അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അനുദിനം. ഇനി ആരൊക്കെ വരാൻ പോകുന്ന അറിയത്തില്ല. ഏതായാലും ഞാൻ അദ്ദേഹം ചെയ്ത കണക്കുള്ള പണി ചെയ്തെന്ന് പറഞ്ഞ ആരും വന്നിട്ടില്ല. ഇന്നും അങ്ങനെയല്ലേ? എടുത്തു നോക്കൂ, വീട്ടിനകത്ത് ശത്രു ഉണ്ടായിരുന്നല്ലോ പണ്ടും. വീട്ടിൽ നിന്നാണല്ലോ, അല്ലാതെ എന്നെ എന്നാണ് ജനങ്ങൾ എതിർത്തത്? എന്നെ എന്നാണ് അപ്പുറത്തു നിന്ന് നിയന്ത്രണത്തിൽ വരും. ചില ആളുകളുടെ നിയന്ത്രണത്തിൽ വരുമ്പോൾ ചട്ടുകമായി മാറും ചില ആളുകൾ. അപ്പോഴും വന്നു. അപ്പോൾ അതെവിടെ നിന്ന് വന്നു? വെളിയിൽ നിന്ന് വന്നു. ആ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല. കേരളത്തിൽ എന്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ടെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചത്. പക്ഷെ എന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ല. ഒരു സിവിൽ കേസാണ് എന്റെ പേരിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ ആരെയും അവിശ്വസിക്കാറില്ല. കാരണം എന്താ, ഞാൻ എല്ലാവരോടും ഫ്രീ ആയിട്ട് ഇടപെടും. പിന്നെ ഇത് നിങ്ങൾ കണ്ടോളൂ, എന്റെ ആ ഒരു നിഷ്കളങ്കതയുണ്ട്. ഞാൻ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന നിഷ്കളങ്കതയുണ്ട്. അത് എന്നെ സഹായിക്കും. നിഷ്കളങ്കതയുണ്ട്. ഇപ്പൊ ചോദിച്ച വിഷയമൊന്നും അല്ലാട്ടോ ആള് സംസാരിക്കുന്നത്. ഭാവം മാധ്യമങ്ങൾ ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞാൽ അങ്ങനെ മയക്കം പിടിച്ച് നിൽക്കുകയാണ്. ചോദിക്കുന്ന ചോദ്യം മറ്റേ അവഹിതത്തെക്കുറിച്ചും ഭാര്യ പിടിച്ചെക്കുറിച്ചും കേസിനെ കുറിച്ചൊക്കെയാണ്. ആശം വേറെ വഴിയിലേക്ക് പോവാട്ടോ. അത് മനുഷ്യത്വമാണ്, അത് ദൈവവിശ്വാസമാണ്. ഒന്നും ബാധിക്കും. വെറുതെ പറയുന്നവർക്ക് ചീത്തയാവാന്നുള്ളതല്ല. അത് ഈ നിൽക്കുന്ന സഹോദരിമാര് ഇവരാരെങ്കിലും എന്നെ പറ്റി അനാവശ്യം പറഞ്ഞാൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അവരോട് ചോദിക്കുക. ഇവരെല്ലാം സ്ത്രീകളാണ് നിൽക്കുന്നത്. ആരായി ശ്രീലേഖ? അവർക്ക് കുശുമ്പ് കൊണ്ട് നടക്കില്ലേ? അവരെ മേയറാക്കാതെ രാജേഷിനെ മേയറാക്കിയതിന് കുശുമ്പ് കൊണ്ട് പിണങ്ങി വീട്ടിയിരിക്കുന്ന MLA അടിച്ചിറക്കി എനിക്ക് അങ്ങനെ അറിയാം. അവര് BJPക്കാരിയാണ്, അവര് BJPക്കാരിയാണ്, ഞാൻ LDFകാരനാണ്, കേരള കോൺഗ്രസ്. ആർക്കും വിളിച്ചുകൂടെ? വട്ടുമൂത്താൻ ആർക്കും പറയാം. ഞാൻ വിളിക്കട്ടെ 112ലേക്ക്. അതങ്ങ് തള്ളിക്കളയാണ്. അതിനകത്ത് ആരോപണമാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയുന്നു. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടണ്ട. ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണ്, ഞാനൊരു നല്ല MLA ആണ്. കുറച്ചു നേരം വിജയുടെ വാക്കുകൾ കടുകൊടുക്കാട്ടോ. നിങ്ങൾ എന്റെ കുടുംബക്കാര്യത്തിൽ ഇടപെടണ്ട, ഞാൻ അത് നോക്കിക്കൊള്ളാം. ഭാര്യ ആദ്യം വിളിച്ചത് ഇദ്ദേഹത്തെയാണ്. അത് കഴിഞ്ഞ് നേരെ പോലീസിലേക്ക് വിളിക്കുന്നു. പോലീസ് വരുന്നു. പിന്നെ എന്താ അവരുടെ ഫാമിലി പ്രശ്നമെന്ന് പറഞ്ഞു പോലീസ് തിരിച്ചു പോകുന്നു. ഈ ഒരു സംഭവത്തിന്റെ ഇടയിൽ നടന്നൊരു കാര്യമുണ്ട്. ഗണേഷ് കുമാർ ഭാര്യയോടത്ത് ഇനി ആവർത്തിക്കില്ല, തെറ്റ് പറ്റിപ്പോയി എന്ന് സമ്മതിച്ചിട്ട് ഭാര്യ കംപ്ലൈന്റ് പിൻവലിച്ചു, അല്ലെങ്കിൽ പരാതി പിൻവലിച്ചതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് പോയിട്ടുണ്ടാവുക. ഇതൊക്കെ അവർ ചോദിക്കുമ്പോൾ ഗണേഷ് കുമാർ നൈസായിട്ട് പറയുന്നു ആരോപണങ്ങളാണ് അതൊക്കെ.
അതെന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് എന്താ പ്രശ്നം, അതിൻ്റെ കുടുംബക്കാരുമല്ലേ, അതെന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ നോക്കിക്കോളാം, നിങ്ങളതിലൂടെ വേണ്ട, നിങ്ങൾ നാട്ടിലെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ വീട്ടിലെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് നൈസായിട്ട് അങ്ങോട്ട് ഒരു മറുപടി. ഞാൻ പാവങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ, ഞാൻ അഴിമതി നടത്തുന്നുണ്ടോ, ഞാൻ വർഗീയത പ്രചരിപ്പിക്കുന്നു, ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പ്രണയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം. ഞാൻ ഭൂരിപക്ഷം കൂടും, ഇതെനിക്ക് ഭൂരിപക്ഷം കൂട്ടലുണ്ടാക്കി തരും, കാരണം വെച്ചാൽ ഇവനെ ഇനിയും തുടങ്ങിയോ, പഴയതുപോലെ ഇലക്ഷൻ എടുത്തപ്പോൾ ഇവനെതിരെ ഇനിയും തുടങ്ങിയോ എന്നുള്ള ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതെനിക്ക് ഈ നിൽക്കുന്ന സഹോദരിമാർ എനിക്ക് കൂടുതൽ വോട്ട് ചെയ്യും, ഞാൻ ഉറപ്പിച്ചു പറയാം. അവർ പറയട്ടെ, അവർ ചോദിച്ചു നോക്ക്, അവരെനിക്ക് വോട്ട് ചെയ്യും. പാവങ്ങളാണ്, ഞാൻ ജയിക്കും, വൻ ഭൂരിപക്ഷം ജയിക്കും. ഈ സഹോദരിമാരോട് ഉള്ളിടത്തോളം ഞാൻ എന്നെ തോപ്പിക്കാൻ നോക്കില്ല, അത് കൈവച്ചിരുന്നാൽ മതി. അതിനെ അവരെ വെറുപ്പിക്കാന്ന് പറഞ്ഞാൽ ഇത്തരം കഥ ഇറക്കുന്നെങ്കിൽ കൈവച്ചിരുന്നാൽ മതി, എനിക്ക് അതിലൊന്നും ഒരു ഭയമില്ല. പിന്നെ വ്യക്തിപരമായ കാര്യം, വീട്ടിനകത്തുള്ള കാര്യം മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതി. പക്ഷെ നിങ്ങളുടെ എനിക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല, കേരളത്തിലെ ജനതയോട് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. പ്രണയം ഒരു കുറ്റമല്ല, നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്, എന്നെ കേൾക്കുന്നവർക്കുണ്ട്. ചിലർ ഒളിച്ചു വയ്ക്കുന്നു, പരസ്യമായി പറയുന്നു. അത് സോഷ്യൽ മീഡിയയിൽ ഓരോ, ഞാൻ മമ്മൂട്ടിയെ വിട്ടോ, മോഹൻലാലിനെ വിട്ടോ, മഹാത്മാഗാന്ധിയെ വിടുന്നില്ല, പിന്നെ പാവപ്പെട്ട എന്നെ, മഹാത്മാഗാന്ധിയെ വിടുന്നില്ല, പാവപ്പെട്ട എന്നെ വിടുവോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിനെ പിടിച്ചുകൂടെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രണയം ഉണ്ടായിരുന്ന, ഏറ്റവും നല്ല പ്രണയം ഉണ്ടായിരുന്ന, അത് ആസ്വദിച്ച ഒരു മഹാനായ നേതാവാണ് ജവഹർലാൽ നെഹ്റു. മാധവിക്കുട്ടി, നമ്മുടെ ഇദ്ദേഹം പുണ്യത്തിൽ കുഞ്ഞബ്ദുള്ള, MD വാസുദേവൻ നായർ, ഇവരെല്ലാം പ്രണയത്തെക്കുറിച്ച് പറയുകയും അതിനെപ്പറ്റി ആസ്വദിക്കുകയും ചെയ്തവരാണ്. നിങ്ങളിൽ പലരും അത് ആസ്വദിക്കുന്നില്ലേ? എന്തിന്? അല്ല, എന്തിനാ ഈ മനസ്സിലാകുന്നില്ല? ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? ഒരാൾ മദ്യപിക്കുന്നു, രാഷ്ട്രീയ നേതാവാണ്, അയാളുടെ സൗകര്യമില്ലയോ അത്? പിന്നെ മറ്റേ ആളെ കുറിച്ച് പറഞ്ഞ കാര്യം, എന്റെ അടുത്ത് മറ്റേ IVF നടത്തുന്ന കടകളിലെ ആ പാലക്കാട് ഭാഗത്തുള്ള എല്ലാ IVF നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. കാരണം ഇദ്ദേഹം വന്നോടി പിന്നെ ഇദ്ദേഹം നോക്കിക്കോളും. ഈ അബോർഷൻ നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. അയാളാണോ എന്നെ കുറിച്ച് അഭിപ്രായം പറയുന്നത്? രണ്ടും അടച്ചു, സത്യമല്ലേ? ഡോക്ടർമാർക്ക് പണിയില്ലാതായി, രണ്ടും അവരെ ഏറ്റെടുത്തു. അത്തരം ആളുകളാണോ ഇതിനകത്ത് അഭിപ്രായം പറയുന്നത്? അവർക്ക് വേണ്ടി കുഴലുവാൻ നടക്കുന്നവന്മാരല്ലേ എന്ന് അഭിപ്രായം പറയാം? പത്തനാപുരത്ത് എടുത്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവന്റെ പ്രധാന ജോലി പാറ പൊട്ടിപ്പും അഴിമതിയും കൊള്ളയും പിടിച്ചുപറിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഇന്ന് ദയനീയമായി തോറ്റ ആളാണ്, അതിനൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കണ്ട. കല്യാണം കഴിച്ച് 2 പിള്ളേരായിട്ടും KSU എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ എന്തോ പറയാനാ? പിന്നെന്താ സൗണ്ടൊക്കെ നടന്നുണ്ട്. അതിനെന്താ, നമ്മൾ രാഷ്ട്രീയമായിട്ടങ്ങ് നേരിടും. വേറെ കാര്യം എന്ത്? വാർത്താ സമ്മേളനം വിളിച്ചാൽ നിങ്ങൾ വാർത്ത കൊടുക്കും, അത് കാണും, ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കത്തില്ല. എന്റെ വോട്ട് കൂടും, നിങ്ങൾക്കൊരു സംശയവും വേണ്ട. പത്തനാപുരത്തുകാർക്ക് എന്നെ അറിയാം, 25 കൊല്ലമായിട്ട് എന്നെ അറിയാം, എന്റെ എക്സ്റേ വരെ അവർക്കറിയാം. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവരോടൊക്കെ എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് അവരോട് ചോദിക്കും. ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ അവരോട് ചോദിക്കും ഞാൻ എത്ര സ്നേഹത്തോടെ പെരുമാറും. അവരെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടുന്നവനാണ്. ഇന്ന് ഈ നിൽക്കുന്ന ഈ നഗറിൽ കാണുന്ന എല്ലാ ഐശ്വര്യവും ആളാണെന്ന്. പക്ഷെ പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ആരും ഇടപെടണ്ടാവുന്നത്. ഞാൻ എല്ലാവരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ ഇടപെടും, ഞാൻ മന്ത്രിയാണല്ലോ. പക്ഷെ നിങ്ങളാരും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ഇടപെടണ്ട, അതാണ് റൂട്ട്. ഞാൻ കൊണ്ടുവന്ന എന്റെ പാർട്ടിക്കാരനായി നിൽക്കുന്ന മെമ്പർ, ഇയാളെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് ഈ നഗറിൽ കാണുന്ന ഏത് റോഡും, എല്ലാ റോഡും ക്ലിയറാണ്. ഒന്ന് ഓടിച്ചു നോക്കി, വണ്ടിയൊന്ന് ഓടിച്ചു നോക്കി, എല്ലാ റോഡും ക്ലിയറാണ്. എല്ലാ വീട്ടിലും കുടിക്കാൻ വെള്ളമുണ്ട്. ഇതൊരു നഗറാണ്, ഒരു SC നഗറാണ്. ഈ നഗറിൽ താമസിക്കുന്ന പാവപ്പെട്ടവരുടെ എല്ലാവരുടെയും വീട്ടിൽ കുടിക്കാൻ വെള്ളമുണ്ട്, ശുദ്ധീകരിച്ച വെള്ളം. അതാണ് ഗണേഷ് കുമാർ. അല്ലെ മറ്റതല്ല ഗണേഷ് കുമാർ. അവര് സൂഹിക്കട്ടെ, ആസ്വദിക്കട്ടെ. നീ ഇതേതരം ഒരു സുഖമല്ലേ, ഇത് വായിക്കുന്ന ഒരു സുഖമാണ്, മനസ്സിലായില്ലേ? ഈ സിനിമയിൽ നിൽക്കുന്ന കാലത്ത് ഇങ്ങനെ സംഭവമുണ്ട്. ഇപ്പൊ ഗണേഷ് കുമാറും വേറൊരു നടിയുമായിട്ട് പ്രണയമാണെന്ന് പറഞ്ഞാൽ ആ നടിയെ അറിയാം, ഗണേഷ് കുമാറിനെ അറിയാം. അപ്പൊ ഇമാജിൻ ചെയ്യും, കൊള്ളാലോ, എളുപ്പമുണ്ട്. ഞാനും സുമതിക്കുട്ടി അമ്മയും തമ്മിൽ പ്രണയത്തിനാണെന്ന് പറഞ്ഞാൽ സുമതിക്കുട്ടി അമ്മയെ ആർക്കും അറിയത്തില്ല, എന്നെ മാത്രമേ അറിയത്തുള്ളൂ. രണ്ടുപേരെ അറിയാവുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ ആസ്വദിക്കാം. ഇതൊരു രോഗം. ഇപ്പൊ കുറ്റക്കാര് നമ്മളായ ഈ അവിഹിതം ഭാര്യ കയ്യോടെ പിടിച്ച് പോലീസിനെ വിളിച്ച് കുടുംബ പ്രശ്നമാക്കി മാറ്റി, അത് മറ്റു നാട്ടുകാരും വീട്ടുകാരും മൊത്തത്തിൽ അറിഞ്ഞ് പത്രപ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയുന്ന പ്രശ്നം നിങ്ങളുടെ കാണുന്ന നിങ്ങളുടെ കണ്ണിലാണ് കുരു. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് പ്രണയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾ എടുക്കുന്ന രീതിക്കാണ് പ്രശ്നം എന്ന്. ഇപ്പം മൊത്തം കൂടെ തിരിച്ചാ. ഇത് നമ്മൾ മലയാളിക്ക് ഈ ഒരു പീപ്പിംഗ് ടെൻഡൻസി എന്നൊരു സ്വഭാവം ചില ആൾക്കാർക്കുണ്ട്. ഭൂരിപക്ഷത്തിനില്ല, കുറെ ആൾക്കാർക്കുണ്ട്. അതിന്റെ ഭാഗമാണ് അവർ പീപ്പിയിട്ട് ഒളിഞ്ഞു നോക്കിയാൽ പലതും കാണാം എന്നൊരു ചൊല്ലുണ്ട്.
അതൊക്കെ ജാതകം നോക്കിയാന്ന് ഇതൊക്കെ ചെയ്യുന്നത്. ഈ പിന്നെ പത്തനാറ് നിയമത്തിൽ പണ്ട് പറയായിരുന്നു ഒരു MLA 2 പ്രാവശ്യത്തിനുള്ളിൽ ജയിച്ചിട്ടില്ല എന്ന്. അങ്ങനെ ഒരു അനാചാരം ഉണ്ടായിരുന്നു. ഒരു MLAയും ഇവിടെ 2 പ്രാവശ്യത്തിനുള്ളിൽ ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ 5 തവണ ജയിച്ചില്ലേ? ഇതൊക്കെ അനാചാരങ്ങളോ അന്ധവിശ്വാസങ്ങളാണ്. ഇത് പിന്നെ പൂച്ച കുറുക്കിനിയാടി എന്നൊക്കെ പറയുന്നതിനൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളാണ്. കുന്താനിയും കൊണ്ടുവരുന്ന ആളിനെ കണ്ട ശകുനപ്പഴയാണ്. അയാൾ വന്ന് വീട്ടിൽ പറമ്പിൽ കിളച്ച് മരച്ചീനിയും വാഴയും വെച്ച് തന്ന് അതെടുത്ത് തിന്നുന്നതിൽ ഒരു ദണ്ണമില്ല. തൊട്ടില്ല വിഷയത്തിലേക്ക് എത്തിയില്ല. മയക്കും പിടിച്ച് അണ്ണന്മാരോട് ഇരിക്കണം. ഇപ്പൊ എന്തെങ്കിലും കിട്ടുന്നത് എവിടെ? അണ്ണം മരച്ചീനിയിലും കാച്ചിലും പ്രണയത്തിലും ഒക്കെ പോയി 2024 വിഷയമൊക്കെയാണ് എടുത്തിടുന്നത്. നൈസായിട്ട് അവിടെ എസ്കേപ്പ് ആണ് വേണ്ട. അന്ധവിശ്വാസങ്ങളൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. അങ്ങനെ രാശിയും ഗീശിയൊന്നുമില്ല. ജനങ്ങൾ നന്മ ചെയ്തിട്ടുണ്ട്, അവർ ജയിപ്പിക്കും. അങ്ങനെ ഏത് രാശിയായാലും കുഴപ്പമില്ല, ഏത് രാശിയായാലും കുഴപ്പമില്ല. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ഒരാശങ്കയും വേണ്ട. ഇത് രാഷ്ട്രീയമാണ്. ഇലക്ഷൻ എടുത്തപ്പോൾ ഇന്നലെ NSS ജനറൽ സെക്രട്ടറി എന്നോട് ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യാത്ത അദ്ദേഹം പോലും അറിയാത്ത കാര്യങ്ങൾക്ക് അദ്ദേഹം തീരുമാനിക്കും. എന്റെ കാര്യത്തിൽ അദ്ദേഹം എന്നോട് പറയാണ്, ഗണേഷ് കുമാർ നിങ്ങൾ രാജിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞാൽ ആ നിമിഷം രാജിവെക്കും. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ എന്റെ പിതാവിന്റെ മരണശേഷം എന്റെ പിതൃസ്ഥാനീയനായി നിന്ന് എന്നെ അനുഗ്രഹിക്കുകയും സഹായിക്കുന്ന വ്യക്തിയാണ് NSS ജനറൽ സെക്രട്ടറി. പറയാൻ എനിക്ക് യാതൊരു ലജ്ജയുമില്ല, അഭിമാനമേ ഉള്ളൂ. എന്റെ അച്ഛൻ മരിക്കുന്നവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ സുകുമാരൻ നായരുടെ കാലം മുഴുവൻ അദ്ദേഹത്തിന്റെ നിഴൽ പോലെ നിൽക്കണം എന്ന് എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പാലിച്ചിരിക്കും. കേട്ട് വളർന്ന മകനാണല്ലോ, അച്ഛൻ നയിച്ച പാതയിലൂടെ വളർന്ന മകനാണല്ലോ, അച്ഛനോട് അത്രയും സപ്പോർട്ട് ചെയ്തിരുന്ന മകനാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും മരണത്തിന് മുമ്പ് അച്ഛൻ പറഞ്ഞ വാക്കുകളാണ്. അച്ഛൻ അത് അനുസരിക്കണമല്ലോ, കാരണം അതാണല്ലോ പുള്ളി ശീലിച്ചിരിക്കുന്നേ. അതിന് എനിക്ക് പിന്നെ സ്ഥാനമാനങ്ങൾ പ്രശ്നമല്ല. അദ്ദേഹം എനിക്ക് തന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഒന്നും വേണ്ട, ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹമാണ് എന്നെ ഡയറക്ടർ ബോർഡിലേക്ക് എടുത്തത്. എന്നെ വിളിച്ചു പറഞ്ഞിട്ടാണ്, നാളെ രാവിലെ ഇവിടെ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് ഈ തന്നത്. അദ്ദേഹം തീരുമാനിക്കും അക്കാര്യങ്ങളിൽ. അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. NSSനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ അനുസരിക്കുന്ന ഒരു മകനെ പോലെ ഒരാളാണ്. ഞാൻ പ്രായത്തിൽ വളരെ കുറവാണ്. അദ്ദേഹം ഇതിനെ നയിച്ച് പരിചയമുള്ള വലിയ NSSന്റെ വലിയ നേതാവാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ ആരും പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട. അദ്ദേഹം എങ്ങനെ പറയുന്നു അതുപോലെയായിരിക്കും പത്തനാപുരം താലൂക്കിന്റെ മുന്നോട്ടുള്ള പോക്ക്. ഇപ്പൊ എന്റെ അച്ഛൻ ജീവിച്ചിരിക്കില്ല. അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ പരിചയസമ്പന്നനാണ്. പക്ഷെ അദ്ദേഹത്തെ പോലെ പരിചയസമ്പന്നനായ സുകുമാരൻ നായർ സാർ പറയുമ്പോൾ ഞാൻ ഈ താലൂക്കിനെ എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് ജനറൽ സെക്രട്ടറി ആയി. യാതൊരു സംശയമില്ല. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ കച്ചേരയിൽ ഇരിക്കുന്നുള്ളതേ ഉള്ളൂ. സമ്മതിക്കുകയും ചെയ്തത് തനിക്ക് പ്രണയമുണ്ട് എന്നുള്ള കാര്യം ഗണേഷ് സമ്മതിക്കുമ്പോൾ വാളകത്തെ കുടുംബ വീട്ടിൽ എന്തോ അരുതാത്തത് അസാധാരണമായ സാഹചര്യത്തിൽ കണ്ടു ഗണേഷിന്റെ ഭാര്യ. അതേ തുടർന്ന് ഗണേഷിന്റെ ഭാര്യ അവരുടെ ബന്ധു കൂടിയായ മുൻ DGP R ശ്രീലേഖയുടെ സഹായം തേടി. ശ്രീലേഖ പറഞ്ഞതനുസരിച്ചുകൊണ്ട് പോലീസിനെ വിളിച്ചു. അവിടെ പോലീസ് എത്തി ഗണേഷിന്റെ ഭാര്യയ്ക്ക് നിയമസഹായം ചെയ്തോ, അതിൽ ചില പരാതികളുണ്ട് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നത്. ഭാര്യ കൈയോടെ പോക്കിയെങ്കിലും അവഹിതത്തെയൊക്കെ ഇപ്പോ പത്രപ്രവർത്തകരുടെ മുന്നിൽ വന്നിട്ട് പ്രണയമാക്കി മാറ്റി. അത് മാധവിക്കുട്ടീനെ വരാൻ കമ്പയർ ചെയ്ത് പ്രണയം എന്ത് മനോഹരമാണ്, നിങ്ങൾ കൂടി പ്രണയിക്കൂ, പ്രണയം നല്ല ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സംഭവമൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രണയത്തെക്കുറിച്ച് ഘോരഘോരമായി പറഞ്ഞുകൊണ്ട് അവഹിതമൊക്കെ എന്ത് മനോഹരമായിട്ടാണ് അങ്ങോട്ട് കാറ്റിൽ പറത്തി കളഞ്ഞല്ലേ. സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. എന്നാൽ ഭാര്യ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് ഭാര്യയുടെ ബന്ധുവിനെ വിളിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് പോലീസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ കുടുംബ പ്രശ്നമാക്കി മാറ്റി. അതിൻ്റെ ഇടയിൽ മാപ്പ് പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും ഇപ്പൊ നൈസായിട്ട് അത് വീട്ടിൽ ഒത്തുതീർപ്പായിട്ടുണ്ട്. പക്ഷേ അത് പരസ്യമായി തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ പറഞ്ഞു വരുന്നത് എൻ്റെ വീട്ടിലെ പ്രശ്നമല്ലേ, അത് ഞാൻ തീർത്തോളാം, നിങ്ങൾ അതിനകത്ത് ഇടപെടണ്ട, നമുക്ക് നാട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ പ്രശ്നം ഞാൻ നോക്കിക്കോളാം, നാട്ടിലെ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് തീർക്കാമെന്ന്. അതേ ആ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഗണേഷ് കുമാറും എത്തിയിരിക്കുന്നത്, നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ എത്തിയിരിക്കുന്നത്. എൻ്റെ പ്രശ്നം വിട്ടേക്ക്, നമുക്ക് അത് നോക്കിക്കോളാം, അതെന്തോ ആയിക്കോട്ടെ, അതൊരു പ്രണയമൊക്കെയാണ്, അത് പ്രണയോ അവിഹിതം എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല, ഞാൻ എൻ്റെ ഫാമിലിയും എൻ്റെ കുടുംബക്കാരും കൂടി വന്നോളാം. പിന്നെ ഏതോ ഒരു സ്ത്രീയും എനിക്കെതിരെ പരാതിയായിട്ടൊന്നും വന്നിട്ടില്ലല്ലോ. ആ ഒരു ധൈര്യം ഉണ്ട് കേട്ടോ, ഒരു സ്ത്രീയും എനിക്കെതിരെ പരാതിയായിട്ട് വന്നിട്ടില്ലല്ലോ എന്ന്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഗണേഷ് കുമാറിൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. എനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടല്ലോ ഒന്ന് താഴേക്ക് വരാം. ആള് എയറിലായിരുന്നല്ലോ, ഇനിയിപ്പോൾ കുറച്ച് താഴേക്ക് വന്നിട്ട് നമ്മുടെ ഗണേഷ് കുമാർ ആ എയറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പെൺകുട്ടികൾ ആരും പരാതിയായിട്ട് വന്നിട്ടില്ല. മറ്റേതുപോലെ ഗർഭിണിയാക്കിയെന്നോ അങ്ങനെ ചെയ്തെന്നോ ഇങ്ങനെ ചെയ്തെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നതുപോലെ ഗണേഷ് കുമാറിനെതിരെ വരാത്തതിൻ്റെ ധൈര്യം പുള്ളിയുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം, അവിടെ വരും പോകുന്നില്ല, കാത്തിരുന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.